വീട്ടുപണി ചെയ്ത പണമാണിത്. ഇത് മുഴുവനും ഈ പുറത്തുചേരിയും ഇരിങ്ങാലക്കുടയിലും ഒക്കെ പോയി വീടുകളിൽ പോയി തുണിയലക്കിയും കലം കഴിയൊക്കെ കിട്ടിയ കാശാണ് അവിടെ കൊണ്ടുവന്ന് സ്വരൂപ് കൂട്ടി വെച്ചത്. 2000 4000 ഒക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ 1.25 ലക്ഷം രൂപയുണ്ട്. അതെനിക്ക് കിട്ടാനായിട്ട് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഇങ്ങനെ കത്തുകളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ കൂടുതൽ കാശ് തരാം. കൂടുതൽ കാശെന്ന് പറഞ്ഞാൽ 50,000 രൂപയെ കിട്ടുള്ളൂ മാക്സിമം. അതിൽ കൂടുതലൊന്നും കിട്ടില്ല. അവർ പറയണത് ഇതാ, ഒന്നെങ്കിൽ കല്യാണം അല്ലെങ്കിൽ ആശുപത്രി കിടക്കുന്ന രേഖകളൊക്കെ കൊണ്ടുവന്ന് അവർക്ക് ഹാജരാക്കണം. അവിടെ ബാങ്ക് മാനേജർ എടുക്കൽ ഇതെല്ലാം കൊണ്ടുവന്ന് നമ്മൾ ഹാജരാക്കിയാലേ നമുക്ക് ആവശ്യമുള്ള കാശ് കിട്ടുള്ളൂ. അവർ ദേഷ്യപ്പെട്ട് പറയണത് നിങ്ങൾ ഇവിടെ കാശില്ല, കാശ് കിട്ടുമ്പോൾ ഞങ്ങൾ തരാം എന്നാണ് അവർ പറയണത്. അവിടെ ഇരിക്കണ ജോലിക്കാരികൾ പറയണതാണ്. ഇപ്പം 2 പെണ്ണുങ്ങളിരിക്കണം, അവർ ഒന്നും പറയണമൊന്നുമില്ല. അതിനു മുമ്പൊക്കെ ഞാൻ അവിടെ ഇരിക്കുന്ന വ്യക്തികളുമായിട്ടൊക്കെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് നിന്ന് നമുക്ക് കാശ് ചോദിക്കുമ്പോൾ അവർ തരണ്ടേ, അതവർ തരില്ല. നമസ്കാരം. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഇരിങ്ങാലക്കുടയിൽ സംഘടിപ്പിച്ച കലുങ്ക് സൗഹൃദ സംവാദത്തിൽ കരുവന്നൂർ ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതിയുമായിട്ട് അമ്മ വന്നിരുന്നു. ആനന്ദവല്ലി എന്നാണ് അമ്മയുടെ പേര്. അമ്മയ്ക്ക് ഏകദേശം 2 ലക്ഷത്തോളം രൂപയാണ് കരുവന്നൂർ ബാങ്കിൽ നിന്ന് ലഭിക്കാനുള്ളത്. ഇത്രയും കാലമായിട്ട് ആ പണം അമ്മയ്ക്ക് തിരികെ ലഭിച്ചിട്ടില്ല. അപ്പോൾ പൂർണ്ണമായിട്ടും ഈ ഒരു വിഷയത്തിൽ അമ്മയുടെ ഒരു പ്രതികരണം എന്താണെന്നുള്ളത് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. അമ്മേ നമസ്കാരം. അതിപ്പോൾ ഈ പണം തിരിച്ചു കിട്ടാൻ ഉള്ളൊരു കാര്യത്തോടനുബന്ധിച്ച് നമ്മളവിടെ ചെന്ന് സംസാരിക്കുന്ന സമയത്ത് ബാങ്ക് എന്താണ് പറയുന്നത്? ബാങ്കിൽ ഇല്ലെന്നല്ലേ പറയണേ. ബാങ്കിൽ കാശില്ല എന്നല്ല. അഥവാ കാശ് വേണമെങ്കിൽ പാർട്ടിക്കാരെ പോയി കാണണം. അവിടുന്ന് കത്ത് മേടിക്കും, ഇവിടുന്ന് അവർ കത്ത് മേടിക്കാൻ പോകാനും ആളുകളെ കാണാനുള്ള പ്രായമൊന്നും എനിക്ക് പറ്റണില്ല. ഞാൻ എവിടെയെങ്കിലുമൊക്കെ പണിക്ക് പോയിക്കൊണ്ടിരിക്കുക. സോ അങ്ങനെ എന്താ ചെയ്യുന്നത്? ഞാൻ വീട്ടുപണി ചെയ്യണം. വീട്ടുപണി ചെയ്ത പണമാണോ ഇത്? വീട്ടുപണി ചെയ്ത പണമാണിത്. ഇത് മുഴുവനും ഈ പുറത്തുചേരിയും ഇരിങ്ങാലക്കുടയിലും ഒക്കെ പോയി വീടുകളിൽ പോയി തുണിയലക്കിയും കലം കഴിയൊക്കെ കിട്ടിയ കാശാണ് അവിടെ കൊണ്ടുവന്ന് സ്വരൂപ് കൂട്ടി വെച്ചത്. 2000 4000 ഒക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ 1.25 ലക്ഷം രൂപയുണ്ട്. അതെനിക്ക് കിട്ടാനായിട്ട് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഇങ്ങനെ കത്തുകളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ കൂടുതൽ കാശ് തരാം. കൂടുതൽ കാശെന്ന് പറഞ്ഞാൽ 50,000 രൂപയെ കിട്ടുള്ളൂ മാക്സിമം. അതിൽ കൂടുതലൊന്നും കിട്ടില്ല. ഇപ്പോൾ ഒരാളെ സഹായിച്ചിട്ട് 10,000 രൂപ ഇപ്പോൾ അവിടെ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എത്ര പ്രാവശ്യം ഈ പറയുന്ന കരുവന്നൂർ ബാങ്കിൽ അമ്മ പോയിരുന്നു? ഞാനെപ്പോഴും പോവും. പലിശ കിട്ടാൻ, ഇതിൻ്റെ പലിശ മേടിക്കാൻ പോവും. അവർ പലിശയും കൂട്ടി 5,000 രൂപ എനിക്ക് തരും. അവരൊരു 5-6 മാസത്തിയല്ലേ തരുള്ളൂ. 5,000 രൂപ തരും. അത് വലിയ കൂടുതൽ കാശ് വേണമെങ്കിൽ അവർ പറയും കരുവന്നൂർ കൊണ്ടുവന്ന് അപേക്ഷ വയ്ക്കൂ, എന്നാലേ കാശ് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഒരു മെമ്പർ വന്ന് ഇത് പ്രശ്നമായപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ ഒരു മെമ്പർ വന്ന് എനിക്ക് കത്ത് തന്ന് ഞാൻ രാവിലെ കൊണ്ടുവന്ന് കൊടുത്ത് അത് ഇന്ന് 10,000 രൂപ എനിക്ക് പാസ്സാക്കി കിട്ടി. ഇന്ന് കിട്ടില്ല, നാളെ കിട്ടുള്ളൂ. തരാന്ന് പറഞ്ഞു 10,000 രൂപ. അതെനിക്ക് മരുന്ന് മേടിക്കാനേ. എനിക്ക് ഒരുപാട് ഈ തലകറക്കത്തിൻ്റെ ഈറൽ ബാലൻസിൻ്റെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അതിന് നല്ലപോലെ മരുന്ന് മേടിക്കാം. ഭയങ്കര വിലയാണ്. എൻ്റെ ഭർത്താവിനെ കൊണ്ട് തന്നെ താങ്ങണില്ല. അതാണ് ഞാനിപ്പോൾ ഈ സാറിനെ കണ്ട് ചോദിച്ചത് കാശ് എന്ന് കിട്ടും. ഏകദേശം ഈ ഒരുപാട് ആളുകൾ ഈ ഇപ്പോൾ അമ്മയെ പോലെ തന്നെ അടുത്ത് ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇത് ഒരു ഇടതുപക്ഷത്തിൻ്റെ അധികാരികൾ ഭരിക്കുന്ന ഒരു ബാങ്കാണ്. അത് പറയുന്നല്ല, അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബാങ്കിനെ സംബന്ധിച്ച് അതിൽ പൂർണ്ണമായിട്ട് സംസ്ഥാനം ഭരിക്കുന്നതും ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നതും, മുനിസിപ്പാലിറ്റി അല്ല, ഈ പറയുന്ന ഇരിഞ്ഞാലക്കുട ഭരിക്കുന്ന അടക്കം, ഇരിഞ്ഞാലക്കുടയിലെ MLA അടക്കം ഇടതുപക്ഷത്തിൻ്റെ MLA ആണ്. അപ്പോൾ വെച്ചാൽ ഇതിലൊരു യഥാർത്ഥത്തിൽ പരിഹാരം കാണേണ്ടത് ഈ പറയുന്ന ഇടതുപക്ഷം അവരാണല്ലോ, അവരുടെ ആളുകളാണ്. ഇതിൽ പ്രതികളായിരിക്കുന്ന മുഴുവൻ CPM-ൻ്റെ നേതാക്കന്മാരും എല്ലാവരുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ ഈ പണം തിരിച്ചു തരാനുള്ളൊരു നടപടിക്രമങ്ങൾ ചെയ്യേണ്ടത് അവർ തന്നെയാണ്. അവർ പറയണത് ഇതാ, ഒന്നെങ്കിൽ കല്യാണം അല്ലെങ്കിൽ ആശുപത്രി കിടക്കുന്ന രേഖകളൊക്കെ കൊണ്ടുവന്ന് അവർക്ക് ഹാജരാക്കണം. അവിടെ ബാങ്ക് മാനേജർ എടുക്കൽ ഇതെല്ലാം കൊണ്ടുവന്ന് നമ്മൾ ഹാജരാക്കിയാലേ നമുക്ക് ആവശ്യമുള്ള കാശ് കിട്ടുള്ളൂ. അത് നമുക്ക് അവിടെ കിടക്കണ മുഴുവൻ തുക അവരുടെ കയ്യിൽ തരാനില്ല. അവരെ ഏത് പാർട്ടിക്കാർ ഭരിച്ചാലും ആ കാശ് നമുക്ക് ഇങ്ങനെ കിട്ടുള്ളൂ. അല്ലാതെ മൊത്തമായിട്ട് തന്ന് നമ്മളിപ്പോൾ 2 ലക്ഷം കൊണ്ടുവന്ന് അവിടെ ഇട്ടെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് ഒരു 50,000 എടുക്കാമെന്ന് അങ്ങോട്ട് ചെന്നാൽ അവർ തരണ്ടേ? തരില്ല. അവർ തരില്ല. കോപ്പറേറ്റീവുകാർ തരില്ല. കോപ്പറേറ്റീവുകാരുടെ കയ്യിൽ കാശില്ലെന്നാണ് അവർ പറയുന്നത്.
അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവരുമായിട്ട് എന്നും വഴക്കുണ്ടാക്കണം. അവിടെ ചെന്ന് ഞാൻ സ്ഥിരമായിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവിടെ ഇരിക്കുന്നവരുടെ വായിൽ നിന്ന് നല്ലത് വരില്ല, ഞാൻ അതിൻ്റെ അപ്പുറം പറയും. അവരെന്താ ദേഷ്യപ്പെട്ട് എന്താ സംസാരിക്കാറ്? അവർ ദേഷ്യപ്പെട്ട് പറയണേ, നിങ്ങൾ ഇവിടെ കാശില്ല, കാശ് കിട്ടുമ്പോൾ ഞങ്ങൾ തരാം എന്നാണ് അവർ പറയണത്. അവിടെ ഇരിക്കണ ജോലിക്കാരികൾ പറയണതാ. ഇപ്പം 2 പെണ്ണുങ്ങളിരിക്കണം, അവർ ഒന്നും പറയണമൊന്നുമില്ല. അതിനു മുമ്പൊക്കെ ഞാൻ അവിടെ ഇരിക്കുന്ന വ്യക്തികളുമായിട്ടൊക്കെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് നിന്ന് നമ്മൾക്ക് കാശ് ചോദിക്കുമ്പോൾ അവർ തരണ്ടേ, അതവർ തരില്ല. സൗഹൃദം എന്ന് പറയുന്നതിനകത്ത് തന്നെ അടങ്ങിയിരിക്കുന്നു. ഇത് പണ്ട് കാലം മുതലേ ഇല്ല, ഭാരതത്തിൽ എന്ന് മാത്രം പറയുന്നത് അങ്ങനെ ഏതൊക്കെ രാജ്യത്തുണ്ടെന്ന് നോക്കാം. ഒരു പ്രദേശത്തും സുഹൃത്തുക്കൾ അത് പ്രായഭേദമല്ല. ഈ കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും അവരുടെ ഒരു വിനോദങ്ങളുടെ ഭാഗമായിട്ടുള്ള ചെറു കളികളിലെല്ലാം ഏർപ്പെട്ടതിന് ശേഷം വന്ന് ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിനോ നാരങ്ങ വെള്ളം കുടിക്കുന്നതിനോ തൊട്ടടുത്തൊരു കടയുണ്ടെങ്കിൽ ഒരു ചായ വാങ്ങിച്ച് കുടിക്കുന്നതിനൊക്കെ ഒത്തുചേർന്ന് നാട്ടുവർത്തമാനം എന്ന് പറയും. ചിലരതിനെ പുന്നായം പറച്ചിൽ, കുറ്റം പറച്ചിൽ എന്നൊക്കെ പറഞ്ഞ് അതിനെ ഇല്ലായ്മ ചെയ്യാൻ നോക്കും. അതിപ്പോൾ ഇതിനെതിരെയും ഇല്ലായ്മ ചെയ്യുന്നവർക്കൊക്കെ അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്. അല്ല, അത് കാര്യമാക്കിയിട്ട് കാര്യമില്ല. പ്രാദേശികമായിട്ട് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കാണുന്ന ഒരു വലിയ ചുമതല നിർവഹിച്ചിരുന്നു ഇത്തരം നാട്ടുകൂട്ടങ്ങൾ. തമിഴ്നാട്ടിൽ ഒരുപക്ഷെ തമിഴ് സിനിമയിലാണ് നാട്ടാമ്മൈ എന്നൊക്കെ പറയുന്ന സിനിമയിലുണ്ട് പഞ്ചായത്ത്, കട്ടപ്പഞ്ചായത്ത് എന്ന് പറയും. അത് നാട്ടിലെ പ്രമാണിമാർ 10 പേര് അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അനുസരിക്കും, ചെവി കൊടുക്കും, ഹൃദയം കൊടുക്കും എന്ന് പറയുന്ന കുറച്ച് വ്യക്തികൾ ഇരുന്ന് ചെറു വിഷയങ്ങളൊക്കെ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ പോകാതെ ഒതുക്കി തീർക്കുന്നുണ്ട്. അത് ഇപ്പോഴും തമിഴ്നാടിൻ്റെ നല്ല നിഷ്കളങ്കമായ ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും അത് നമ്മുടെ നിയമ സംവിധാനം ഒരു പരിധി വരെ അവർക്ക് ന്യായമാണെങ്കിൽ, അന്യായമില്ലെങ്കിൽ, ദ്രോഹമില്ലെങ്കിൽ അത് വകവെച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു നിയമ പരിരക്ഷ അതിനെക്കുറിച്ചൊന്നും നോക്കണ്ട. ചില വിഷയങ്ങളൊക്കെ ഇവിടെ ഫീസ് അടയ്ക്കാനില്ല, അത് നിങ്ങൾ തങ്ങളിൽ ചർച്ച ചെയ്ത് പ്രാപ്തിയുള്ളവർ അത് പരിഹാരം കാണണം. അതിന് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെയും കിട്ടത്തില്ല. അതിന് ന്യായമില്ല അവരുടെ തലയിൽ പോകുന്നത്. അതല്ലാതെ കലുങ്ക് സംഗമം ഞാനിന്ന് വീണ്ടും ഇത് ഇങ്ങനെ ഒരു പദ്ധതി വേണം. നമുക്ക് ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് കേട്ട് പോകുന്ന ഒരു ജനതയെ ഇനി നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ചെറു സംഗമങ്ങൾ കൂടി. ഇനി ഇത് തുടങ്ങി വെച്ച് 14 ജില്ലയിലും ഇത് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. സമയം കിട്ടുന്നതനുസരിച്ച് അതിൽ മാക്സിമം ചെയ്യും. ഇതിപ്പോ ഈ തൃശ്ശൂർ ജില്ലയിലെ 4ാമത്തെ സംഗമമാണ്. ഇന്ന് 2 സംഗമങ്ങൾ കൂടിയുണ്ട്. ഇത് ഈ 14 ജില്ലയിലും ഒന്ന് തുടങ്ങി വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ രാഷ്ട്രീയ പ്രവർത്തകർ ഇനി തെരഞ്ഞെടുത്ത് ഭരണസ്ഥാനങ്ങളിൽ ഇല്ലാത്തവർ പോലും, ശ്രീകുമാറിനെ പോലെയുള്ളവരും ഇങ്ങനെയുള്ള പാർട്ടിയുടെ പ്രവർത്തകരൊക്കെ ഇതിന് മുൻകൈ എടുത്ത് ഇതുപോലെ ഇരുന്ന് എന്താണ് പ്രാദേശിക വിഷയങ്ങൾ, സമൂഹത്തിന് ഗുണപ്പെടുന്ന കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഗുണപ്പെടാതെ പോയ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുക. അതിനകത്ത് എന്തെങ്കിലും പ്രതിവിധി കാണാൻ വേണ്ടി മുൻകൈയെടുക്കാൻ സാധിക്കുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം. അത് 1 മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കലോ 3 മാസത്തിലൊരിക്കലോ ഇങ്ങനെയുള്ള സംഗമങ്ങൾ നിങ്ങൾ തന്നെ വിളിച്ചു കൂട്ടി നടത്തേണ്ടതാണ്. അവിടെ ഇപ്പോൾ ചെമ്മാപ്പള്ളിയിൽ 2ാമത്തെ പുള്ള് കഴിഞ്ഞ് ചെമ്മാപ്പള്ളിയിലെത്തുമ്പോൾ അവിടെ നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു 70 വീട്ടുകാർക്ക് ഏർപ്പെടുന്ന ദ്രോഹത്തിന്റെ കണക്കെടുപ്പ് അവിടെ നടന്നു. അപ്പൊ ആ വിഷയത്തിൽ എനിക്ക് ഇടപെടാൻ പറ്റും. എനിക്ക് ഇടപെടാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്. അത് വളരെ ഖണ്ഡിച്ചുകൊണ്ടല്ല, ഇല്ല, സാധ്യതയില്ല. ഞാൻ നിങ്ങൾക്ക് വെറുതെ പല്ലുകളിച്ച് അടിച്ച് ചിരിച്ച് നോക്കാം, ശ്രമിക്കാം, ഇപ്പൊ ശരിയാക്കാം എന്ന് പറഞ്ഞു പോകുന്ന പരിപാടി നമുക്കില്ല. പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയും. അങ്ങനെ പറഞ്ഞ് ശീലിച്ചില്ലെങ്കിൽ വഞ്ചിതരാകുന്നത് ജനങ്ങൾ മാത്രമാണ്. അതില്ല എന്ന് പറയാൻ പഠിക്കണം. വലിയ
സത്യസന്ധത അതുവഴി ഏത് സംവിധാനത്തിലാണോ നിങ്ങൾ പെടുന്നത് ആ സംവിധാനത്തിന് തന്നെ സത്യസന്ധതയുടെ പേരിൽ ഒരു തിളക്കം കിട്ടും. അപ്പൊ അതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങളല്ല, അതെല്ലാം പ്രാദേശികമായിട്ട് നിങ്ങൾ അതിന് പരിഹാരം കണ്ടെത്താനുള്ള സംഘങ്ങളെ സമീപിക്കണം. പഞ്ചായത്ത് ചെയ്യേണ്ടതായ ജോലിയുണ്ട്. ഒരു MLA-യും തിരഞ്ഞെടുക്കപ്പെട്ട ആ പ്രദേശത്തെ MP-യുടെയും അധികാര പരിധിയിൽപ്പെടുന്ന കാര്യങ്ങളുണ്ട്. ഇതിപ്പോ ഞാൻ നിങ്ങളുടെ MP കൂടിയാണ്, ഇരിഞ്ഞാലക്കുടയാണ്. എൻ്റെ 7 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമാണ്. എനിക്ക് ഗണ്യമായ ഭൂരിപക്ഷം തന്ന ഒരു ജനതയുണ്ട്. അതുകൊണ്ടാണ്, അല്ലാതെ തന്നെ ഒരു വോട്ടിനായാലും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഉത്തരവാദിത്വമുണ്ട് ജോലിയുടെ കാര്യം. എൻ്റെ അധികാര പരിധിയിൽ പെടാത്ത കാര്യം പോലും ഇവിടെ ഇരിഞ്ഞാലക്കുടയിൽ എനിക്ക് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ജനറൽ ആശുപത്രിയുടെ ഒരു നില ഒരുക്കുന്നത് എൻ്റെ പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ കർശനമായ നിർദ്ദേശപ്രകാരം 1 കോടി നൽകിക്കൊണ്ടാണ് 4ാമത്തെ നില അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട് ഇനിയും ചെയ്യിക്കാൻ പറ്റുന്നത്. അത് നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിന് വേണ്ടിയുള്ള സംഗമങ്ങൾ. ഇതെനിക്ക് ധൈര്യമായിട്ട് ഞാൻ എല്ലായിടത്തും പറയില്ല. ഉള്ളിൽ എനിക്ക് പറയാം, ചെമ്മാപ്പള്ളിയിൽ എനിക്ക് പറയാം. ഇനി ഞാൻ ഏങ്ങണ്ടിയൂർ ഭാഗത്ത് ഇതുപോലെ ഒരു ആൽത്തറ കണ്ടുവച്ചിട്ടുണ്ട്. ഒരാൾ ഫോട്ടോ അയച്ചു തന്നതാണ്. ഇപ്പൊ എനിക്ക് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആൽത്തറയും കലുങ്കും ഫോട്ടോ എടുത്ത് അയച്ചു തരികയാണ് ആൾക്കാർ. ഇവിടെ വെച്ചൊരെണ്ണം നടത്തണമെന്ന് പറഞ്ഞു. അപ്പൊ അത് കണ്ട് വിറളി പിടിച്ചവന്മാരൊക്കെ പല ചന്ദ്രഹാസവും ഇളക്കി വരും. അതിനൊന്നും പല്ലുമില്ല, നഖവുമില്ല. അത് നമ്മൾ മൈൻഡ് ചെയ്യില്ല. അവർ ആ വഴിക്ക് വഴുതി അങ്ങ് അറബിക്കടലിൽ പോയി മുങ്ങി കാണുള്ളൂ. അത്രേ നടക്കും.